മലബാറിന്റെ തീരവികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി തുറമുഖ വികസനത്തിന് സാധ്യത തേടിയുള്ള നിക്ഷേപ സംഗമത്തിന് വ്യവസായികളിൽ നിന്ന് മികച്ച പ്രതികരണം. കേരള മാരിടൈം ബോർഡിന് കീഴിൽ പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത്. തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് വന്നുചേർന്നിരിക്കുന്നതെന്ന് നിക്ഷേപ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച പി. നന്ദകുമാർ MLA പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. നിക്ഷേപ സംഗമത്തിനെത്തിയ വ്യവസായികൾ തുറമുഖ വികസനം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നതെന്നും പ്രമുഖ വ്യവസായികൾ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചതായും MLA പറഞ്ഞു. കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പദ്ധതിയുടെ രൂപരേഖ വിശദീകരിച്ചു. കാക്കിനിട പോർട്ട്, അൽഫത്താൻ മറൈൻ സർവീസ്, DP വേൾഡ്, സൗരാഷ്ട്ര സിമന്റ്സ്, രാജധാനി മിനറൽസ്, അക്ബർ ട്രാവൽസ് തുടങ്ങിയ കമ്പനികളാണ് തുറമുഖ വികസനത്തിലും അനുബന്ധമായ ടൂറിസം നിക്ഷേപത്തിലും താൽപര്യം പ്രകടിപ്പിച്ച് സംഗമത്തിൽ പങ്കെടുത്തത്. പരമാവധി കമ്പനികൾക്ക് നിക്ഷേപത്തിന് സാധ്യത നൽകിക്കൊണ്ടാണ് തുറമുഖ വികസനം സാധ്യമാക്കുക. ഷിപ്പ് മെയിന്റനൻസ്, ക്രൂയിസ് വെസലുകൾ, കാർഗോ ഷിപ്പിംഗ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, ആയുർവേദം തുടങ്ങി നിരവധി സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. കേരള മാരിടൈം ബോർഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപത്തിന് അവസരം നൽകുക. നിക്ഷേപിക്കാൻ ആവശ്യമായ പണം, അതിനുള്ള പ്രൊഫഷണൽ വൈദഗ്ധ്യം, ഇതിൻ്റെയൊക്കെ അഭാവമാണ്. എങ്കിലും ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ നമ്മളൊരു പോർട്ട്, ഒരു വാർഫ് നിർമ്മിച്ച് മുന്നോട്ട് പോകാനൊരു ശ്രമം നമ്മൾ നടത്തി. ഞാനും MLA എല്ലാം കൂടെ വന്നു, സ്ഥലം കണ്ടെത്തി ഒരു 100 മീറ്റർ വാർഫിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് തയ്യാറാക്കി നമ്മൾ ഗവൺമെൻറ്റിൽ കൊടുത്തു. അത് നമ്മൾ സാഗർമാലയ്ക്കും അയച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെയും സാഗർമാലയുടെയും പരിഗണനയിലാണ്. പക്ഷെ അതിന് കാലതാമസം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന ഈ പറയുന്ന കണ്ണായ തീരപ്രദേശങ്ങളൊക്കെ വളരെ ഫലപ്രദമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യലുള്ള, അതേപോലെ പോർട്ട് ഓപ്പറേഷൻസിന് പൊട്ടൻഷ്യലുള്ള ഈ സ്ഥലത്തേക്ക് സ്വകാര്യ സംരംഭകരെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് 30 വർഷം മുതൽ 50 വർഷം വരെ അവരുടെ സഹായത്തോടു കൂടി ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ 30 മുതൽ 50 വർഷം വരെ കാലാവധിയിൽ നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്ന നിക്ഷേപകർക്കാണ് അവസരം. പൊന്നാനി അഴിമുഖത്തിനോട് ചേർന്ന് 29.5 ഏക്കർ വരുന്ന ഭൂമി തുറമുഖ വികസനത്തിനും 1.5 ഏക്കർ ഭൂമി ടൂറിസം വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് തുറമുഖ വികസനം രൂപകൽപ്പന ചെയ്യുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര ടെർമിനലിന്റെയും കൊച്ചി മംഗലാപുരം തുറമുഖങ്ങളുടെയും സാമീപ്യം പൊന്നാനിക്ക് പ്രയോജനകരമാവും. കോയമ്പത്തൂർ പാലക്കാട് വ്യവസായ ഇടനാഴിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖമെന്ന നിലയിൽ ഇത് വ്യവസായികൾക്ക് മികച്ച അവസരങ്ങൾ തുറന്നിടും. പൊന്നാനി റൗബ ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ്, CEO ഷൈഖ് ഹക്ക്, വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.